നമസ്കാരം. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ പദ്ധതി ആവിഷ്കരിച്ച് വിജയ് നേതൃത്വം നൽകുന്ന ടി.വി.കെ. പട്ടാളി മക്കൾ കക്ഷിയുമായി ടി.വി.കെ സഖ്യമുണ്ടാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. പോണ്ടിച്ചേരിയിൽ കർശന ഉപാധികളോടെ നാളെ സമ്മേളനം നടത്താൻ പോലീസ് അനുമതി നൽകിയതിന് പിന്നാലെയാണ് ചർച്ചകൾ. എ.ഐ.എ.ഡി.എം.കെയിൽ നിന്ന് സെങ്കോട്ടയ്യൻ, നഞ്ചിൽ സമ്പത്തും ടി.വി.കെയിൽ ചേർന്നിരുന്നു. 2 ഡി.എം.കെ മന്ത്രിമാർ വിജയുടെ പാർട്ടിയിൽ ചേരുമെന്ന് അഭ്യൂഹമുണ്ട്. അതിനിടെയാണ് പി.എം.കെ നേതാവ് അൻപുമണിയുമായി വിജയ് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ നേതൃത്വത്തിൽ മഹാസഖ്യം കളത്തിലുണ്ടാകുമെന്ന് എ.എം.കെ നേതാവ് ടി.വി. ദിനകരൻ പറഞ്ഞു. ടി.വി.കെയിൽ പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോവുകയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ സെയ്യാറു ബാലു വെളിപ്പെടുത്തി. ഡിസംബർ 10 ശേഷം അണ്ണാ ഡി.എം.കെയിൽ നിന്ന് 2 പ്രമുഖ നേതാക്കളും ഡി.എം.കെയിൽ നിന്ന് 2 മന്ത്രിമാരും ടി.വി.കെയിൽ ചേരുമെന്നാണ് അഭ്യൂഹം. ടി.വി.കെ നേതാവ് ആദവ് അർജുന ഇക്കാര്യം സംബന്ധിച്ച് സൂചന നൽകി. തൈലാപുരത്ത് വെച്ച് ഡോക്ടർ രാമദാസുമായി കൂടിക്കാഴ്ച വിജയ് നടത്തുമെന്നാണ് വിവരം. ഈ കൂടിക്കാഴ്ച തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമാകും. അൻപുമണി ടി.വി.കെ സഖ്യത്തിലെത്തുമോ എന്നത് വ്യക്തമല്ലെങ്കിലും ഭരണത്തിൽ പങ്കാളിത്തം ലഭിച്ചാൽ സഖ്യത്തിന് തയ്യാറാകുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അൻപുമണിയുടെ ശ്രദ്ധ. വണ്ണിയാർ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടുകളും രാമദാസിനൊപ്പമാണ്. ഈ വോട്ടുകൾ ടി.വി.കെയിലേക്ക് ആകർഷിക്കാനും വടക്കൻ ജില്ലകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുമാണ് വിജയ് രാമദാസുമായി കൂടിക്കാഴ്ച നടത്തുക. കരൂർ ദുരന്തവേളയിൽ വിജയെ അനുകൂലിച്ചാണ് അൻപുമണി പ്രതികരിച്ചിരിക്കുന്നത്.